ഗിരീഷ് ഇപ്പൊ പറഞ്ഞു 3 മാസം മുന്നേ മന്ത്രിസഭ കൂടി നിങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. എന്താ 10 വർഷമായിട്ട് നിങ്ങൾ ഭരിക്കുന്നു? ഈ ഇലക്ഷൻ അടുത്ത സമയത്ത് ഇലക്ഷൻ ഗമ്മിക്കായിട്ടല്ലേ നിങ്ങൾ ഈ 3 മാസത്തെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്? എന്തായാലും എനിക്ക് സംശയം. കാരുണ്യ പദ്ധതി 10 വർഷമായിട്ട് നടക്കുന്നു. അതിലേക്കാണ് കേരളത്തിൽ മറ്റ് പല നിലയിലും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റാത്ത മുഴുവൻ ആളുകളെ ഉൾപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടിട്ട് 1 വർഷമായി. ഞാൻ പറയാം, എണ്ണി പറയാം. പിതാവ് മാതാവ് നഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹപൂർവ്വം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. നഷ്ടം നിലച്ചിട്ട് 1 വർഷമായി. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ പദ്ധതി നിലച്ചിട്ട് 2 വർഷത്തിലേറെയായി. കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പെൻഷൻ, നിങ്ങൾ രേഖയുമായി വാ. ആശാകിരണം പദ്ധതി ആ പെൻഷൻ 2 വർഷത്തിലേറെ തടസ്സപ്പെട്ടു. കേൾവിയില്ലാത്തവർക്ക് ശ്രുതി തരംഗം 2 വർഷത്തിലേറെയായി നടക്കുന്നില്ല. ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് 2 വർഷത്തിലേറെയായി. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് 18 19 മാസമായി. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ നിലച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. സ്കൂൾ ഉച്ചഭക്ഷണ ചെലവ് 2 മാസമായി കൊടുത്തിട്ട്, പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് 10 മാസമായി. ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം കൊടുക്കുന്നു. അങ്ങ് വിദേശത്ത് പോയി പറ്റിച്ചതാ. ഈ കേരളത്തിൽ ഈ പറയുന്ന പദ്ധതികളെല്ലാം പച്ചക്കളവാണ്. കോൺഗ്രസ് ഉണ്ടാക്കിയ ലഘുലേഖ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് ഉണ്ടാക്കിയ ലഘുലേഖ വായിച്ചുകൊണ്ടിരിക്കുക. നിർമ്മാണ തൊഴിലാളികളുടെ വാസ്തവവിരുദ്ധമാണെങ്കിൽ താങ്കൾക്ക് തെളിയിക്കാം. അതെ, വാസ്തവവിരുദ്ധം ഞാൻ പറയാം. ഓരോന്ന് പറയാം. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതിയിൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ക്ഷേമ പദ്ധതി സംസ്ഥാന സർക്കാരായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേമനിധിയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. അതിന്റെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംശാദായത്തിന്റെ ഭാഗമായിട്ടല്ല പെൻഷൻ കൊടുക്കുന്ന. ആദ്യം അത് പഠിക്കും. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നിയമം അനുസരിച്ച് സെസ് പിരിച്ചിട്ടാ പെൻഷൻ കൊടുക്കുന്ന. ആദ്യം അത് പഠിക്കും. ഒരു മാസത്തെ പോലും കുടിശ്ശികയല്ല. അത് അവരോട് ചോദിക്കും. ഈ പറയുന്ന പെൻഷനുകൾ 1 മാസത്തെ പോലും ഇപ്പൊ കുടിശ്ശികയല്ല. നിങ്ങളുടെ കാലത്ത് ഒന്നും കൊടുക്കാതിരുന്നത് കൊടുക്കുന്നില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് ലഘുലേഖ വായിക്കുക. ശ്രീ ഗിരീഷ്, 2021 പ്രകടന പത്രികയിൽ നിങ്ങൾ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തുന്നല്ലേ പറഞ്ഞത്? അല്ലേ? അതെ. എന്തുകൊണ്ട് ഉയർത്തിയില്ല? 2000 അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴല്ലേ 2000 ആക്കിയത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതല്ലേ 6 മാസം മുന്നേ. അതെ, തെരഞ്ഞെടുപ്പ് വരുന്ന അറിയാലോ. അതെ, ഞങ്ങള് 2000 രൂപ കൊടുത്തു. ഇനി 3000 ഞങ്ങൾ കൊടുക്കും. കേരളത്തിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കം ഞങ്ങൾക്കുണ്ട്. അത് കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് ഈ നാട്ടിലെ മനുഷ്യന്മാരെ 60 ലക്ഷം മനുഷ്യന്മാരെ ഞങ്ങൾ സംരക്ഷിക്കും. മദ്യോ ലോട്ടറി അല്ലാതെ എന്ത് വരുമാനം? ഈ കേരളത്തിൽ ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. ക്ഷേമ പെൻഷൻ 1 മാസം പോലും കുടിശ്ശികയല്ലോ. അത് കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ കൊടുക്കും. അതേപോലെ തന്നെ ഈ കേരളത്തെ കൊണ്ടുപോകും. നിങ്ങളെ പോലെ ഖജനാവിൽ പണം ഉണ്ടായിട്ടും ഈ പാവങ്ങളുടെ പെൻഷൻ 18 മാസം കുടിശ്ശിയാക്കിയിട്ടില്ല. നിങ്ങൾ കുടിശ്ശിയാക്കിയത് മുഴുവൻ 15,000 രൂപ കെട്ടാക്കി കൊടുത്തു. 3 മാസത്തെ പെൻഷൻ മാത്രമാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് ഡോക്ടർ തോമസ് ഐസക്കാണ് നിയമസഭയിൽ പറഞ്ഞത്. 18 മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ കള്ളപ്രചരണമാണ്. നിങ്ങൾ നടത്തിയ കള്ളപ്രചാരണം. നിയമസഭാ രേഖ കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ചരിത്രം ഇവര് പറഞ്ഞല്ലോ 3% GSDP-യുടെ കടമെടുക്കാമെന്ന് പറയുന്നത്. ഇത് ഇന്ത്യക്ക് മാത്രമായിട്ടുള്ള നിയമമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ന് മുതൽ ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും അതുപോലെ തന്നെ റിസർവ് ബാങ്കും അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടു. കേരളം ശ്രീലങ്കയാകാൻ അനധികൃത ഭാവിയിൽ സംഭവിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ സമാന്തരമായി എന്ന് പറയുന്ന ഒരു സംവിധാനം കോടിക്കണക്കിന് രൂപ കടമെടുക്കുക. ആരാ ഷുവർട്ടി, ആരാ ഗ്യാരണ്ടി? സംസ്ഥാന സർക്കാർ. അന്നേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഷുവർട്ടി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്. അത് ബജറ്റിന്റെ കണക്കിൽ തന്നെ കേരളത്തിന്റെ കണത്തിൽ തന്നെ വരും എന്ന് പ്രതിപക്ഷ നേതാവ് അന്നേ സൂചിപ്പിച്ചു. എന്നിട്ട് അത് തടഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. ശരിയാ, അത് മാത്രമാണോ?
ഈ പെൻഷൻ ഭംഗിയായി കൊടുത്തു വന്നതാണ് കേട്ടോ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെയാ കൊടുത്തത്? ആ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കടം വാങ്ങാൻ വേണ്ടി മാത്രം ഒരു കമ്പനി ഉണ്ടാക്കി. അതിന്റെ ഭാഗം 20,000 കോടി രൂപ കടമെടുത്തു. ഇങ്ങനെ കൊടുക്കല്ലേ, കടമെടുത്ത പണം കൊണ്ട് അല്ലേ. വടക്കം വീരഗാഥയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്. പിന്നെ എന്താ പറയാ, കടമുണ്ട് വിനോദേട്ടാ, ആ കമ്പനിക്ക് എത്ര കടം? ആ കമ്പനി 20,000 കോടി രൂപ കടമെടുത്തു. അങ്ങനെയാണ് ഇത് കൊടുത്തോണ്ടിരുന്നത്. അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനത്തിൽ നിന്ന് അതിൽ നിന്ന് ഉള്ള പണം മിച്ചം പിടിച്ച് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുത്തതല്ല. ഉമ്മൻചാണ്ടിയുടെ കാലം വരെ 600 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ കടം വാങ്ങി കൊടുത്തതല്ല. സംസ്ഥാനത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അതുവരെയുള്ള ഗവൺമെന്റുകൾ, നയനാരുടെ ഗവൺമെന്റ്, അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, ആന്റണിയുടെ ഗവൺമെന്റ്, കരുണാകരൻ, എല്ലാവരും കൊടുത്തത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിനകത്ത് നിന്നാ. വിനോദ്, ഈ ബാറ്റൺ കൈമാറി കഴിഞ്ഞാല് ഒരുപക്ഷെ നിങ്ങൾ അധികാരത്തിൽ എത്തിയെന്ന് കരുതുക. ഈ പറഞ്ഞത് 3000 രൂപയാണ്. എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഈ സംസ്ഥാനത്തിന്റെ തകർന്നു കിടക്കുന്ന ധനകാര്യത്തെ പിടിച്ചുയർത്തുന്നതിനുള്ള കൃത്യമായ പദ്ധതി ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിലുണ്ട്. പറയാം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാ, അദ്ദേഹത്തിന്റെ കയ്യിലാണ് അതിനെ സംബന്ധിച്ച പദ്ധതി ഉള്ളത്. ഞാൻ പറയാം, 10 വർഷം മുമ്പ് സംസ്ഥാന ഗവൺമെന്റിന് സ്വർണ്ണ വിൽപ്പന ഇനത്തിൽ കിട്ടിയിരുന്ന വരുമാനം 500 കോടി രൂപ. 500 കോടി രൂപ. അതിന്റെ പല മടങ്ങ് സ്വർണ്ണ വിൽപ്പന കേരളത്തിൽ വർദ്ധിച്ചിട്ടും 500 കോടി രൂപ മാത്രമാണ് ഇപ്പോഴും കേരളത്തിന് വരുമാനമുള്ളത്. 12,500 കോടി രൂപ. 12,500 കോടി രൂപ സ്വർണ്ണ വിൽപ്പന ഇനത്തിൽ മാത്രം കേരളത്തിലെ ഖജനാവിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിരിക്കെ ആ സ്വർണ്ണ വിൽപ്പനയുടെ കാര്യത്തിൽ മാത്രം സെയിൽസ് ടാക്സ് ആയി കേരളത്തിലേക്ക് വരാവുന്ന പണം എത്രയാ? 12,000 കോടി രൂപയാ. അത്തരത്തിൽ ബദൽ പദ്ധതികൾ കേരളത്തിന്റെ തകർന്നു പോയ സാമ്പത്തിക രംഗത്തെ എടുത്തുയർത്തുന്നതിനും ഇവിടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള കൃത്യമായ പദ്ധതി ഇതിനു മുമ്പ് അതൊന്നും ചെയ്തിരുന്നില്ല ശ്രീ വിനോദ്. ഓക്കെ.